ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെൽ വർക്കാണ്. അത് ഹൂഡു സ്പെൽ എന്നും പറയും, വൂഡു സ്പെൽ എന്നും പറയും, വൂഡു മാജിക് എന്നും പറയും. ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഉള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന സ്പെൽ വർക്ക്സ് ആണ് ഇതെന്നാണ് അറിയാൻ പറ്റിയത്. ആൻഡ് സ്ത്രീകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നതും ഈ സ്പെൽ വർക്ക്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിന് ഈ സ്പെൽ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ അതിന് സ്പെല്ല് പറഞ്ഞതിനെക്കാട്ടി മുന്നേ ഞാൻ അത് പറഞ്ഞുതരാം. എന്തെല്ലാം ഇങ്ങനത്തെ ആൾക്കാർക്കാണോ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്ക് ഈ സ്പെൽ യൂസ് ചെയ്യേണ്ടതെന്ന് ആദ്യം പറഞ്ഞുതരാം. ലൈക്ക് നമ്മൾ കൂടെ നിന്നിട്ട് നമ്മളെ സർക്കിളിലുള്ള ആൾക്കാർ, നമ്മളെ ഫാമിലീസ് ആവാം, നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ ഇല്ലോൺസ് ആവാം, നമ്മൾ കൂടെ നിന്നിട്ട് നമ്മളെ മനഃപൂർവ്വം മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. നമുക്ക് അവരെ ഒഴിവാക്കാനും പറ്റത്തില്ല. ഇനി അവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യുമ്പം നമ്മൾ അതിന് കൗണ്ടറായിട്ട് തിരിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവർക്കല്ല പ്രശ്നം. നമ്മൾ പറയുന്നത് അവർ വലിയ ഇഷ്യൂ ആക്കും. അവരൊക്കെ പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞു, അവളെൻ്റെയൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇവളെൻ്റെയൊക്കെ പറഞ്ഞു വെച്ചിട്ട് അത് വലിയൊരു ഇഷ്യൂ ആവുകയും ചെയ്യും. അപ്പം ഇങ്ങനത്തെ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് മിണ്ടാണ്ടിരിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. ഓക്കെ, അവർ പറഞ്ഞോട്ടെ, തിരിച്ചതിനെ റിപ്ലൈ കൊടുത്താൽ അത് വലിയൊരു ഇഷ്യൂ ആവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അവർ പറഞ്ഞ വാക്കുകൾ, അവരെന്താണോ പറഞ്ഞത് അത് നമ്മളെ മനസ്സിൽ 2, 3, 4 ദിവസങ്ങൾ ഇങ്ങനെ കിടക്കും. അവരങ്ങനെ പറഞ്ഞു എന്നുള്ള നമ്മൾ ഇപ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ആണെങ്കിലും നമ്മളെ മനസ്സിൽ വരാം, പക്ഷെ അവരങ്ങനെ പറഞ്ഞു എന്നുള്ള ആ വിഷമം, അവർ പറഞ്ഞ വാക്കിൻ്റെ അകത്തും ആ ഒരു സെൻറ്റൻസിൻ്റെ അകത്തുള്ള ആ ഒരു വിഷമം നമ്മളെ മനസ്സിൽ കിടക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ പക്ഷെ അവരങ്ങനെ പറഞ്ഞു, തിരിച്ചിങ്ങനെ പറയാമായിരുന്നു, പക്ഷെ നമ്മൾ പറയത്തില്ല. പറയാമായത് നമ്മൾ മനസ്സിൽ ചിന്തിക്കുമായിരിക്കും. നമുക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒന്നിക്ക് ധൈര്യത്തിൻ്റെ കുറവാകും, ഇല്ലെങ്കിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അത് അവർ വലിയ ഇഷ്യൂ ആക്കും, നമ്മളെ പേടിയാവാം, ഇല്ലെങ്കിൽ ആ റിലേഷൻ പൊട്ടാണ്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവും. അവരായിട്ട് നമുക്ക് വഴക്കുണ്ടാക്കാനോ അല്ലെങ്കിൽ അവരൊക്കെ തിരിച്ച് പറഞ്ഞിട്ട് അതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് വെച്ച് നമ്മൾ ലൈഫിൽ പല റിലേഷൻസും നമ്മളിങ്ങനെ ബാലൻസ് ചെയ്യേണ്ടി വരും. ജീവിതമാണല്ലോ, നമുക്ക് എല്ലാവരും അങ്ങനെ അവരെന്ത് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. പലതും നമ്മൾ ബാലൻസ് ചെയ്യണം ലൈഫിൽ. അപ്പം അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ ഹൂഡു മാജിക് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവളെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. ബിക്കോസ് അവളെ പേര് പറഞ്ഞാൽ അവൾ അറിയുന്ന ആൾക്ക് തിരിയല്ലോ അവളാണ് ആൾ എന്നില്ല. അതുകൊണ്ട് എനിക്ക് പേര് പറയണ്ടെന്ന് പറഞ്ഞു. അവളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം കേട്ടോ. അവൾ കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയൊന്ന് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ജാതക ദോഷപ്രകാരം കല്യാണം കഴിയാൻ ഇച്ചിരി ലേറ്റായി. 29 വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പം അവളെ നെയ്ബർ ഉണ്ട്, അവളെക്കാട്ടിയും എളിയ കുട്ടി, അവളെക്കാട്ടിയും 1-2 വയസ്സിന് എളിയ കുട്ടിയുമാണ്. ആ കുട്ടീൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു, വേഗം തന്നെ കുട്ടികളാവുകയും ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിയാൻ ലേറ്റ് ആവുകയും ചെയ്തു. ഒരു ദിവസം ഈ എൻ്റെ ഫ്രണ്ട് നെയ്ബർ വേഗം കല്യാണം കഴിഞ്ഞ കുട്ടി എൻ്റെ ഫ്രണ്ടിനൊക്കെ വന്ന് പറഞ്ഞത്രേ, എന്തോ വർത്താനം പറയുമ്പം കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ആ കുട്ടി പറഞ്ഞൊരു ഡയലോഗാണ്, നേരത്തെ കല്യാണം കഴിഞ്ഞാൽ നല്ല കുട്ടിയാവുമെന്ന് അച്ഛൻ അവളോടൊക്കെ പറഞ്ഞത്രയാണ്. നേരത്തെ കല്യാണം കഴിഞ്ഞാൽ നല്ല കുട്ടിയാണ്. മേ ബി അതൊരു ഫാക്റ്റ് ആവാം, ബയോളജിക്കലി പ്രൂവ്ഡ് ആവാം, സത്യമാവാം. പക്ഷേ കല്യാണം കഴിയാൻ ലേറ്റായി നിൽക്കുന്നൊരു കുട്ടീൻ്റെ അടുക്കാം ഈ ഒരു സെൻറ്റൻസ് വന്ന് പറയേണ്ട എന്താവശ്യമാണ് ആ നെയ്ബറിനുള്ളത്? എൻ്റെ ഫ്രണ്ടിന് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ടാകും. വിഷമം ഉണ്ടായി, അതുകൊണ്ടാണ് അവൾ എൻ്റെ ഒക്കെ ഇത് ഷെയർ ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, ഒരാളെ കല്യാണം, ഒരാളെ കുട്ടി ഉണ്ടാവുന്നത്, ഒരാൾ പ്രസവിക്കുന്നത്, കുട്ടി ഉണ്ടാവുന്നത്, എവറിത്തിങ് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാവരും ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ഇറ്റ്സ് എ ഡിവൈൻ ടൈമിങ്. അത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും. ഒരു കുട്ടീൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞെന്ന് വെച്ചിട്ട് ഒരു കുട്ടീൻ്റെ കല്യാണം കഴിയാൻ ലേറ്റായെന്ന് വെച്ചിട്ട് ഈ ലേറ്റായി കല്യാണം കഴിഞ്ഞ കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? അവളെ കല്യാണിച്ചിട്ട് ലേറ്റായെന്ന് വെച്ചിട്ട് ആ കുട്ടിക്ക് ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? വരുന്നതും പോകുന്ന ആൾക്കാരിൽ അവൾക്ക് ഇങ്ങനെ കുത്തുവാക്ക് പറയണോ? ആവശ്യമുണ്ടോ? എന്തിനാണ്? എൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് അവളെ കല്യാണം കഴിയും. അല്ലെങ്കിൽ ഈ നെയ്ബർ കുട്ടി എൻ്റെ ഫ്രണ്ടിനെ കല്യാണം കഴിയില്ല എന്ന് വെച്ചിട്ട് അവൾ ഉറങ്ങാണ്ടിരിക്കുവാണോ? അല്ലെങ്കിൽ അവൾ അങ്ങിങ്ങും പോയിട്ട് മാട്രിമോണിയിൽ അവിടെ ഇതിലും പ്രൊഫൈൽ കൊടുത്തിട്ട് ചെക്കൻ അന്വേഷിക്കുവാണോ? ഒന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ ജനങ്ങളില്ലേ, മനഃപൂർവ്വം മറ്റുള്ള ആൾക്കാരെ കുത്തി നോവിക്കാനായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ അവർക്ക് നോക്കാനുണ്ടാവും. അതും വെച്ചിട്ടാണ് ഈ ആരാൻ്റെ ജീവിതത്തിൽ വന്നിട്ട് ഈ ചൊറിയാൻ നിൽക്കുന്നത്. ആവശ്യമുണ്ട്? എന്തുമാത്രം വിഷമം ഉണ്ടാവും.
ആ കുട്ടീൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞുകൊണ്ട് അവക്കോ അവളെ വീട്ടുകാർക്കോ അറിയില്ല കല്യാണം കഴിയാൻ ലേറ്റ് ആവുന്ന ഒരു പെൺകുട്ടീൻ്റെ മനസ്സും പെൺകുട്ടീൻ്റെ വീട്ടുകാരുടെ മനസ്സിലും ഉണ്ടാകുന്ന വിഷമം ഈ നേരത്തെ കഴിഞ്ഞുകൊണ്ട് അവർക്കത് അറിയില്ല എന്ന് വെച്ചിട്ട് അവരെ പോയിട്ട് പിന്നെയും കുത്തുവാക്ക് പറഞ്ഞ് ഉപദ്രവിക്കണോ? പിന്നെ ഒരു കുട്ടി ജനിക്കുന്നതും ഒരു കുട്ടീനെ സൃഷ്ടിക്കുന്നതും ദൈവത്തിനറിയാം എങ്ങനെ സൃഷ്ടിക്കണം ഇല്ലേ? ഇല്ലാണ്ട് നേരത്തെ കഴിഞ്ഞെന്ന് വെച്ചാൽ ഓക്കെ ബയോളജിക്കലി പ്രൂവ് ആവാം, വാട്ട് എവർ ബയോളജിക്കൽ പ്രൂവ് ആയാലും എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമാണല്ലോ. ഇപ്പം ലേറ്റായി കല്യാണം കഴിക്കുന്ന ആൾക്കാർക്കൊന്നും നല്ല കുട്ടി ഉണ്ടാവുന്നില്ല ഇല്ല. ഇതെല്ലാം എന്തൊരു ടോക്കാ ജനങ്ങൾ പറയുന്നത്. എനിക്ക് സത്യമായി കേട്ടോ, സത്യത്തിൽ എനിക്ക് അവൾ എൻ്റെ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം തോന്നി. എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനം പറയേണ്ട ആവശ്യം? ഇതെല്ലാം മനഃപൂർവ്വം ജനങ്ങൾ ആൾക്കാരിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി എനിക്കെന്നെ ഡിസ്റ്റർബായി. ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ നടന്ന കാര്യം. പക്ഷേ അവളിപ്പം വിളിച്ചതിൻ്റെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും എല്ലാത്തിനും ഡിസ്റ്റർബൻസ് തോന്നി. ബട്ട് ഗ്രേസ് ഓഫ് ഗോഡ് അവളിപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പം കാനഡയിൽ സെറ്റിൽഡാണ്, 2 മക്കളുണ്ട്, നല്ല ഹാപ്പിയായി ജീവിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നല്ല സന്തോഷമുള്ള ജീവിതം, നല്ല ചെക്കനെ കിട്ടി, നല്ല സ്നേഹിക്കുന്ന ചെക്കനെ കിട്ടി, നല്ല 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 ഭംഗിയുള്ള നല്ല മക്കളുണ്ട്. ഷീ ഈസ് വെരി ഹാപ്പി. അത് മതി. ഇച്ചിരി ലേറ്റായാലും നല്ല നല്ല ഭംഗിയിൽ എല്ലാ കാര്യം നടന്നു. ഷീ ഈസ് വെരി ഹാപ്പിയാണ്. അത് മതി. പക്ഷെ എന്നാലും നമ്മൾ ആ വിഷമം ഉണ്ടല്ലോ, നമ്മളെ കുത്തുവാക്ക് പറഞ്ഞിട്ട് നമുക്കുണ്ടാവുന്ന ആ വിഷമം അതൊരു വിഷമം തന്നെയാണല്ലോ, അതൊരു വല്ലാത്ത ഹേർട്ടിങ് തന്നെയാണല്ലോ. ഇങ്ങനത്തെ ജനങ്ങൾ ചുറ്റുപാടിലുണ്ടാവും. സോ അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് ഈ സ്പെൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ചെറിയ ആൾക്കാരുണ്ട്, ഒരു കുട്ടി ഇപ്പം നെയ്ബർഹുഡിലായാലും ഫാമിലിയിലായാലും ഒരു കുട്ടി പ്രസവിച്ചപാട് അവർക്ക് എന്താ അറിയണ്ടേ? കുട്ടി വെളുത്തിട്ടാ, കുട്ടി കറുത്തിട്ടാ, കുട്ടിക്ക് വെയിറ്റ് ഉണ്ടാവും. എന്തിനാ കുട്ടി വെളുത്ത്? സത്യം പറഞ്ഞാൽ കുട്ടി കറുത്തിട്ടാന്ന് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സുഖത്തിന് ചോദിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ കുട്ടി തടിയില്ല, അല്ലെങ്കിൽ കുട്ടി ഉഷാറില്ല എന്ന് കേൾക്കാൻ അല്ലെങ്കിൽ മനസ്സുഖത്തിന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം എന്താ അവരെല്ലാം കുഴപ്പമോ? അവർക്ക് അവരുടെ ജീവിതം നോക്കി ജീവിച്ചാൽ പോരെ? ഒരു ലൈഫിൽ ഒരാൾക്കാർക്ക് എന്തെല്ലാം ചിന്തിക്കാനുണ്ടാവും, എന്തെല്ലാം ചെയ്യാനുണ്ടാവും. എന്തിനാണ് മറ്റുള്ള ആൾക്കാരെ കുട്ടികളുടെ കാര്യത്തിലും, മറ്റുള്ള ആൾക്കാരെ കല്യാണ കാര്യത്തിലും, മറ്റുള്ള ആൾക്കാരെ അപ്പിയറൻസിൻ്റെ കാര്യത്തിലും, മറ്റുള്ള ആൾക്കാരെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും, മറ്റുള്ള ആൾക്കാരുടെ അക്സസറീൻ്റെ കാര്യത്തിലും ഇടപെടേണ്ടിരുന്നു? എന്തിൻ്റെ ആവശ്യമാണ്? ശരിക്കും വളരെ ഡിസ്റ്റർബിംഗ് അല്ലേ ചില ആൾക്കാർ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? ഇനിയിപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ചാടിപ്പോവും, കുട്ടീനെ നോക്കും. കുട്ടി കറുത്തിട്ടാണെങ്കിൽ മനസ്സുഖം. എന്തേപോലെ കുട്ടി വെളുത്താലും കറുത്താലും അവർക്കെന്തിട്ട് മനസ്സുഖത്തിൻ്റെ ആവശ്യം? വാട്ട് എവർ, അവർക്കെന്തേ? ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് 2-3 മാസം കഴിയുമ്പോൾ അടുത്ത ചോദ്യം വരും. അയ്യോ കുട്ടി തീരെ വണ്ണില്ല, അമ്മ നല്ല വണ്ണുണ്ട്, കുട്ടി തീരെ വണ്ണില്ല. അമ്മ നല്ല വണ്ണുണ്ട്, കുട്ടി വണ്ണുമില്ല. ഞാനും കേട്ടിന് കേട്ടോ. എൻ്റെ ദൈവമേ, ജനങ്ങളെ ഒരു വർത്താനം. പിന്നെ ഈ പ്രസവിച്ച പാടിൽ കുട്ടികളും അല്ലെങ്കിൽ ഒരു 6 മാസമുള്ള കുട്ടികളെന്താ 6 അടി ഹൈറ്റും ഇത്ര വണ്ണും ഉണ്ടാവുമെന്നേ? എന്തൊന്നും ജനങ്ങൾ, എനക്കൊന്നും ഒരു സൗകര്യം ഉണ്ടായിട്ടില്ല. കുട്ടി വണ്ണമില്ല എന്ന് പറഞ്ഞിട്ട് ദൈവമേ സത്യാട്ടോ. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഇമോഷനിൽ കൂടി വന്നു പോകുന്നത്. ഇതന്നെ കുട്ടി വണ്ണമില്ല. കുട്ടികളായിട്ടല്ലേ ഉണ്ടാവുക? അല്ലാണ്ട് കുട്ടിയുടെ 6 മാസമുള്ള കുട്ടികൾക്ക് ഒരു 10 വയസ്സിൻ്റെ വളർച്ച ഉണ്ടാവുമോ? അല്ലെ 2-3 വയസ്സിൻ്റെ വളർച്ച ഉണ്ടാവുമോ? എന്തിനാ ജനങ്ങൾ എന്തിനാ മറ്റുള്ള ആൾക്കാരെ കുട്ടികളെ വണ്ണവും തടിയും ഹൈറ്റും വെയിറ്റും നോക്കേണ്ട ആവശ്യം? അവരെ കുട്ടികളെ നോക്കിയാൽ പോരെ? ഈ അമ്മ വണ്ണമുണ്ട് കുട്ടി വണ്ണമില്ലാന്ന് ശരിക്കും എനക്കെല്ലാം ഭയങ്കര സ്ട്രെസ് ചെയ്യുന്നു ആ സമയത്ത്. ചില ആൾക്കാരെ വർത്താനം ഭയങ്കരമായിട്ട് ഹേർട്ടിങ്. ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഭയങ്കര വണ്ണമുണ്ട്, തീറ്റ തേച്ചും അമ്മയാതൊന്നും കുട്ടിക്കൊന്നും കൊടുക്കുന്നില്ല ഒന്നും. അവരല്ലേ വന്ന് നോക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അമ്മയാണോ തിന്നുന്നത്? കുട്ടീൻ്റെ സെറിലാക്കെടുത്ത് ഞാൻ കുടിക്കുമോ? ഇത് എന്താ ജനങ്ങൾ പറയുന്നേ? ആ സമയത്ത് എനിക്ക് സ്പെല്ല് ഇപ്പം കിട്ടിയത്, ആ സമയത്ത് കിട്ടിയത് ഞാൻ അവരുടെ പേരിൽ ഇത് ചെയ്തിട്ടുണ്ടാവുന്നു. സോ അങ്ങനത്തെ ആൾക്കാർ ചെയ്യാം. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിലെല്ലാം പോകും, നല്ല അണിഞ്ഞൊരുങ്ങി നമ്മൾ ഭംഗിയിലെല്ലാം ഒരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണ സ്ഥലത്ത് നമ്മളെ കാണുമ്പോൾ അയ്യോ നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയിട്ടോ, അല്ലെങ്കിൽ അയ്യോ നിൻ്റെ ഈ സാരി ഒട്ടും കൊല്ലൂല കേട്ടോ. എന്താ പറയണ്ട അവരെടുക്കാം? നമ്മൾ ക്ഷീണിച്ച് പോലും, നമ്മൾ വണ്ണം വെച്ച് പോലും നമ്മൾ സാരി ഭംഗിയിലുണ്ട്, നമ്മൾ ഇഷ്ടത്തിന് ഒരുങ്ങും, നമ്മൾ കാശ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള സാരി എടുത്ത് നമ്മൾ പോകുന്നത്. അല്ലാണ്ട് അവരെ പ്രീതിപ്പെടുത്താനല്ലല്ലോ നമ്മൾ പോകുന്നത്. ഇല്ല നമ്മൾ ആർക്കെങ്കിലും പറയുന്നുണ്ടോ അയ്യോ നിങ്ങൾ വണ്ണം വെച്ചു, നിങ്ങളുടെ കണ്ണിന് ചുറ്റും കറുപ്പ്, നിന്റെ മുടി കൊഴിഞ്ഞു, നിന്റെ മുഖത്ത് കുരു, ബ്ലാ ബ്ലാ ബ്ലാ. നമ്മൾ ഒരാളെടുക്കാൻ നെഗറ്റീവ് മൊഴിയാൻ പോകുന്നില്ല. ഉണ്ടോ? ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ ദിവസങ്ങൾ മനസ്സിൽ കിടക്കും.
അത് പോവില്ല. എന്താ വെച്ചാൽ നമ്മൾ അവർ ആ പറയുന്ന സമയത്ത് നമ്മൾ അതേ കൗണ്ടറിൽ തിരിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഓ പറയാൻ പറ്റിയല്ലോ. പക്ഷേ എന്താ സാഹചര്യങ്ങളും ചില ഇഷ്യൂസ് ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട് പലപ്പോഴും നമുക്ക് മിണ്ടാണ്ട് നിന്നിട്ട് കേൾക്കേണ്ട അവസ്ഥ വരുത്തുന്നുണ്ട് ഇല്ലേ. അങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പെൽ ചെയ്യാം. പിന്നെ വേറെ ടൈപ്പ് ആൾക്കാരുണ്ട്. അവരെ രീതി എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പോകും, ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇതാ ഇത് ദോഷാട്ടോ, നിങ്ങളെ ബാത്റൂം കന്നിമുലക്കാട്ടോ, നിങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഫേസ് വരുന്നത് നല്ല സ്ഥലത്തല്ല കേട്ടോ, ഇല്ല നിങ്ങൾക്ക് അവിടെ ജനലുള്ള ദോഷാട്ടോ, ഇവിടെ തോട്ട വെക്കണം, അവിടെ തോട്ട വെക്കണം, ഇവിടെ തോട്ട വെക്കണം, അങ്ങനെ തോട്ട വെക്കണം, അങ്ങനെ കുറേ അഭിപ്രായം അങ്ങ് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, പിന്നെ നമുക്ക് ടെൻഷൻ തുടങ്ങും. എൻ്റെ ദൈവമേ, ഇനി അങ്ങനെ വെച്ചതുകൊണ്ടാണോ ഇങ്ങനത്തെ പ്രശ്നം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതാണോ ഇങ്ങനെ സംഭവിക്കുന്നത്. അവർക്ക് ജസ്റ്റ് ഈ വന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക്, അയാൾക്ക് ഇത് ജസ്റ്റ് ഒരു ടോക്കായിരിക്കും. പക്ഷേങ്കിൽ കേൾക്കുന്ന ആ വീട്ടമ്മക്ക്, ആ വീട്ടിലുള്ള ജനങ്ങൾക്ക് അത് അവർ ജീവിക്കുന്ന സ്ഥലമാണ്. അവർക്ക് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുക. ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഈ സ്ഥലത്തിന് ദോഷമുണ്ട് അല്ലെങ്കിൽ ആ സ്ഥലത്തിന് ദോഷമുണ്ടെന്ന് പറയുമ്പോൾ വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ ഉറക്കം പോയി കിട്ടി. പിന്നെ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും അവർക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം വരുമ്പോഴത്തേക്കും ചിന്തിക്കും, ദൈവമേ അങ്ങനെ ഉള്ളത് കൊണ്ടാണോ ഈ പ്രശ്നം എന്ന് അവർ ചിന്തിക്കാം ഇല്ലേ. ഇതെല്ലാം മനഃപൂർവ്വം വെറുതെ ജനങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേ സമയത്ത് ഈ വാസ്തുദോഷം നിങ്ങളെ വീട്ടിൽ വാസ്തുദോഷം ഉണ്ടെന്ന് പറയുന്ന വ്യക്തിൻ്റെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ അറിയാം അവിടെ എന്തെല്ലാം അവസ്ഥ എന്ന്. അപ്പേ തിരിയും. അവരെ ബാത്റൂം കയറിയിരിക്കും, അങ്ങനെ ഇരിക്കും, ഇങ്ങനെ. അതൊന്നും അവർക്ക് പ്രശ്നമില്ല. അവർക്ക് എന്താണ് വേറെ വീട്ടിൽ പോയിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ആൾക്കാരെ ടെൻഷനൊക്കെ. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഡിസ്റ്റർബൻസ് വാക്കുകൊണ്ടും പ്രവൃത്തിക്കൊണ്ടും നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമായ ആൾക്കാർ, നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാർ, നമ്മളെ ലൈഫിൽ കൂടെ നിന്നിട്ട് നമുക്ക് ഡിസ്റ്റർബൻസ് തരുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന റിച്വലാണ് ഇത്. അവരെ ഉപദ്രവം നമുക്ക് വേണ്ട. അവരൊക്കെ പോയിട്ട് നമ്മൾ യാതൊരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വർത്തമാനം നമ്മൾ ആരോടും പറയുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് പറയണ്ട. ഇങ്ങോട്ടേക്ക് പറഞ്ഞാൽ മറുപടി ആയിട്ടൊന്നും കൊടുക്കണ്ട. ഇങ്ങനത്തെ ഓരോ സ്പെൽ വർക്ക് ചെയ്താൽ മതി. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്റ്റീൽ ബൗൾ എടുക്കുക. ആ ബൗളിൻ്റെ അകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു ചെറിയൊരു പേപ്പറിൻ്റെ അകത്ത് ആ വ്യക്തിൻ്റെ പേര് എഴുതുക. ബ്ലൂ ഇങ്ക്, ബ്ലാക്ക് ഇങ്ക്, ഗ്രീൻ ഇങ്ക്, അങ്ങനത്തെ കളേഴ്സ് ഒന്നും പാടില്ല. ബ്ലൂ ഓർ ബ്ലാക്ക് ഇങ്കിനെ കൊണ്ട് അല്ലെങ്കിൽ മാർക്കറിനെ കൊണ്ട് അവരുടെ പേര് എഴുതുക. പേര് എഴുതി കഴിഞ്ഞതിന് ശേഷം പേര് എഴുതി വെക്കുക. പിന്നെ ഒരു സ്പൂൺ, ഒരു ടീസ്പൂൺ നമ്മൾ ക്രഷ് ചില്ലി എടുക്കുക. ഇതെല്ലാം എടുത്ത് വെക്കുക. ബൗള്, വെള്ളം, അവരുടെ പേര്, ക്രഷ് ചില്ലി എടുത്ത് വെക്കുക. എന്നിട്ട് എന്തേ അടുപ്പത്ത് വെക്കുക. ഇൻഡക്ഷൻ കുക്കറിന് കുറച്ചും കൂടി കംഫർട്ട് എന്താ വെച്ചാൽ വേഗം ബോയിൽ ആവുമല്ലോ. നമ്മൾ സ്റ്റൗവിലാണെങ്കിൽ നല്ല വലിയ ബർണറിൽ വെച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ കുറേ സമയം അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. തിളക്കണ്ടേ വെള്ളം. അപ്പം ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എല്ലാം ഈ ഒരു വ്യക്തി പറഞ്ഞ നിങ്ങൾക്ക് എന്താണോ ആ വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഹേർട്ട്, എന്ത് വാക്കാണോ ആ വ്യക്തി നിങ്ങളെ ഹേർട്ട് ചെയ്ത് അത് ചിന്തിക്കണം കേട്ടോ. അത് ചിന്തിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം അടുപ്പ് ഓൺ ചെയ്യണേ. ഇൻഡക്ഷൻ വെള്ളം ഒഴിക്കുക, ഇൻഡക്ഷൻ ഓണാക്കുക. എന്നിട്ട് ആ പീസ് ഓഫ് പേപ്പർ, അവരെ പേര് ചെയ്ത പേപ്പർ അതിൻ്റെ അകത്ത് ഇടുക. ചില്ലി ഫ്ലേക്സ് ഇടുക. ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റിക്കുക. നമ്മൾ സ്പൂൺ ഇട്ടിട്ട് ആ വെള്ളം ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇളക്കുമ്പം ഒരു മന്ത്ര ചാൻറ്റ് ചെയ്യണം. അത് ഇംഗ്ലീഷിൽ തന്നെ ചൊല്ലണം. അതെന്താണെന്ന് വെച്ചാൽ ഐ കേഴ്സ് യു വിത്ത് സ്പെൽ. എന്നിട്ട് ആ വ്യക്തിൻ്റെ പേര് പറയാം. മേ ബി യു പണിഷ് ഫോർ യുവർ ബാഡ് ബിഹേവിയർ ഇൻ ദ നെയിം ഓഫ് സാറ്റേൺ. ഇതാണ് മന്ത്രം ചൊല്ലേണ്ടത്. അത് നിങ്ങളൊരു പേപ്പറിൻ്റെ അകത്ത് എഴുതിയിട്ട് അത് നോക്കി ഇളക്കുമ്പോൾ സ്പൂണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചുറ്റിക്കുമ്പോൾ നോക്കിയിട്ട് വായിച്ചാൽ മതി. ഒരു 4-5 ടൈംസ്, ഒരു 5 ടൈംസ് അല്ലെങ്കിൽ 7 ടൈം, 5 അല്ലെങ്കിൽ 7 ടൈംസ് നിങ്ങൾ ചൊല്ലിക്കോ. അപ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ വേഗം ബോയിൽ ആവുമല്ലോ. ഇത് ചൊല്ലിക്കൊണ്ട് ഇളക്കുക. ബോയിൽ ആയി കഴിഞ്ഞ ശേഷം അത് ഓഫ് ചെയ്യുക. എന്നിട്ട് ആ പാത്രം നിങ്ങൾ വർക്ക് ഏരിയയിലായിട്ട് മാറ്റി വെക്കുക. അടുക്കളയിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും സൈഡിൽ വെക്കുക. ഇല്ലെങ്കിൽ മോർ ഗുഡ് ഇസ് വർക്ക് ഏരിയയിൽ അത് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം ആ തണിയല്ലോ, തഞ്ഞ് കഴിഞ്ഞ ശേഷം ആ പാത്രത്തോടെ എടുത്ത് നമ്മൾ വേസ്റ്റ് കളഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി മറിക്കുക. അത്രയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം ഈ പാത്രം നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യാം. ആദ്യം സോപ്പിട്ട് കഴുകുക, പിന്നെ നമ്മൾ കല്ലുപ്പിട്ടിട്ട് കഴുകുക. അതിന് ശേഷം പിന്നെ ഒന്നും കൂടി ടാപ്പ് വാട്ടറിൽ കഴുകിയിട്ട് നിങ്ങൾക്ക് ഈ സ്പൂണും ഈ പാത്രവും വേറെ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യാൻ പറ്റും.
സോ ഇതാണ് സ്പെല്ല്, നല്ല എഫക്റ്റീവാണ്. ഇത് റീസെൻ്റ്ലി എൻ്റെ മാസ്റ്റർ എനിക്ക് പറഞ്ഞു തന്ന സ്പെല്ലാണ്. 2 ആഴ്ചയായിട്ടുള്ളൂ എനിക്ക് ഈ സ്പെല്ല് കിട്ടിയിട്ട്. സോ ഇനി അടുത്തൊരു സ്പെൽ വർക്ക് ഉണ്ട്. അടുത്ത സ്പെൽ വർക്ക് കാർമിക് സ്പെല്ലും ഉണ്ട്, അതേപോലെ തന്നെ അട്രാക്റ്റിംഗ് ലവ് ഉണ്ട് കേട്ടോ. അട്രാക്ട് ദ ലവ് സ്പെല്ലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ച് കാർമിക് സ്പെല്ലാണോ വേണ്ടത് അല്ലെങ്കിൽ അട്രാക്ട് ലവ് ആണോ വേണ്ടത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ മീ ടു ഡു ദ വീഡിയോസ്. എനിക്ക് ഏതാ ചെയ്യാൻ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് വേണ്ടുന്ന, നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു മനസ്സുഖം. സോ സ്പെൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് എപ്പം എങ്ങനത്തെ ആൾക്കാർക്ക് ഏത് സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മ ഹിമാലയ.